വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്തിനെതിരെ കെ.എസ്. ശബരിനാഥൻ. ശാസ്തമംഗലത്തെ എം.എൽ.എ. ഓഫീസ് പ്രശാന്ത് ഒഴിയണമെന്ന് കെ.എസ്. ശബരിനാഥ് ആവശ്യപ്പെട്ടു. എം.എൽ.എ. ഹോസ്റ്റലിൽ പ്രശാന്തിന് 2 ഓഫീസ് മുറികളുണ്ട്. എം.എൽ.എ. ഹോസ്റ്റൽ നിലനിൽക്കുന്നത് പ്രശാന്തിൻ്റെ സ്വന്തം മണ്ഡലത്തിലാണ്. സൗജന്യമായി എം.എൽ.എ. ഹോസ്റ്റലുള്ളപ്പോൾ എന്തിന് കോർപ്പറേഷൻ കെട്ടിടം ഉപയോഗിക്കണമെന്നും ശബരിനാഥൻ ചോദിച്ചു. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നുണ്ട്. ദിസ്ന, എന്താണ് ശബരിനാഥൻ്റെ പോസ്റ്റിലുള്ളത്? കാരണം ഈ ശ്രീലേഖ ആവശ്യപ്പെട്ടതിന് സമാനമാണല്ലോ കെ ശബരിനാഥനും ഇപ്പോൾ പറയുന്നത്. കാരണം എം.എൽ.എ. ഹോസ്റ്റൽ സ്വന്തം മണ്ഡലത്തിലുള്ളപ്പോൾ എന്തിനാണ് കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാടകയ്ക്ക് തുടരുന്നത് എന്നൊരു പ്രസക്തമായ ചോദ്യം ശബരിനാഥനും ഉന്നയിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ശ്രീലേഖയ്ക്ക് പിന്തുണയുമായി UDF കൂടി രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രധാനമായും ഏറ്റവും എടുത്തു പറയുന്നത് സ്വന്തമായ ഒരു കെട്ടിടമുള്ളപ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ വാടകയ്ക്ക് താമസിക്കുന്നത് എന്നൊരു ചോദ്യം തന്നെയാണ്. അത് ഏറ്റവും പ്രായോഗികമായ ഒരു ചോദ്യം തന്നെയായി കണക്കാക്കേണ്ടതുണ്ട്. കാരണം ഇതിൽ പ്രധാനമായും ശബരിനാഥ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരത്തിലൊരു അഭിപ്രായം ആദ്യഘട്ടത്തിൽ പങ്കുവച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് എന്തെന്ന് വെച്ചാൽ താനും ഇത്തരത്തിൽ MLA ഹോസ്റ്റലിലൊക്കെ തന്നെയും നിന്ന ഒരാളാണ്. പക്ഷേ ഈ പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മണ്ഡലത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ഹോസ്റ്റൽ ഉള്ളത്. ആ ഹോസ്റ്റലിലെ മുറി ഉപയോഗിക്കാതെ എന്തിനാണ് ഈ കോർപ്പറേഷൻ കെട്ടിടത്തിൽ കഴിയുന്നത് എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിപ്പോൾ കോർപ്പറേഷൻ കെട്ടിടമാണ്. ചെറിയ തുകയ്ക്ക് വാടക നൽകിക്കൊണ്ട്, നികുതി നൽകിക്കൊണ്ടാണ് ഇത്രയും കാലം ഈ പ്രശാന്ത് താമസിച്ചു വന്നിരുന്നത്. അതൊഴിയണമെന്നാണ് ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടത്. അത് പിന്നീട് വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെക്കുകയായിരുന്നു. അധികാര സ്ഥാനത്തേക്ക് കയറി ഉടൻ തന്നെ ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചു തുടങ്ങി വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ആർ ശ്രീലേഖയെ അപമാനിക്കാനുള്ള ഒരു ശ്രമം ഒക്കെ തന്നെയും ഇതിന്റെ പേരിൽ നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ UDFും ഇതിന് പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രധാനമായും ഏറ്റവും എടുത്തു പറയുന്നത് എന്തിനാണ് MLA ഹോസ്റ്റൽ ഉള്ളപ്പോൾ ഇത്തരത്തിൽ കോർപ്പറേഷൻ കെട്ടിടത്തിൽ താമസിക്കേണ്ടത്, അതിന്റെ ആവശ്യകത എന്താണ് എന്നൊരു കാര്യം തന്നെയാണ് ശബരിനാഥ് ഉന്നയിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ കൃഷ്ണരാജ് നോക്കുകയാണെങ്കിൽ ആ പറഞ്ഞതിൽ വലിയ രീതിയിലുള്ള ശരികളുണ്ട് എന്ന് തന്നെയാണ്, വസ്തുതകളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MLA ഹോസ്റ്റൽ ഉണ്ടാവുന്ന സമയത്താണ് ഇത്തരത്തിൽ കോർപ്പറേഷന്റെ കെട്ടിടത്തിൽ ഇങ്ങനെ താമസിക്കുന്നത് എന്തിന് എന്നൊരു ചോദ്യം പ്രധാനമായും ഉയർന്നു വരുന്നത്. കൃഷ്ണരാജ്, യെസ്, നോക്കൂ, ഒരു സംവിധാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് അവിടെ MLA വർഷങ്ങളായി കഴിയുന്നു, തുച്ഛമായ വാടക മാത്രം കൊടുക്കുന്നു. MLAക്ക് താമസിക്കാൻ സൗകര്യങ്ങൾ വേറെയുണ്ട്. MLAയുടെ മണ്ഡലത്തിലാണ് MLA ഹോസ്റ്റൽ, അവിടെ വലിയ സംവിധാനങ്ങളുണ്ട്. അതൊക്കെ വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ ഒരു സംവിധാനം ദുരുപയോഗം ചെയ്യുന്നത് നിലവിലുണ്ടായിരുന്ന ഒരു തിരുവനന്തപുരം നഗരസഭാ ഭരണത്തിൻ്റെ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടല്ലേ? തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ VK പ്രശാന്തിന്റെ വാദങ്ങളൊക്കെ തന്നെയും പൊളിയുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെയും ഇത്തരത്തിൽ ആർ ശ്രീലേഖ തന്നോട് കെട്ടിടം ഒഴിയണമെന്ന് വാശി പിടിച്ചു തുടങ്ങിയ വാർത്തകളൊക്കെ തന്നെ പ്രചരിപ്പിച്ചത് പ്രശാന്താണ്. പക്ഷേ ഈ ആർ ശ്രീലേഖയ്ക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ഉണ്ടാവുന്ന ഒരു സാഹചര്യം വരുന്നു. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തുച്ഛമായ തുകയിലാണ് ഈ കോർപ്പറേഷന് കിട്ടേണ്ട ഈ വരുമാനത്തിൽ ഇവർ കടിച്ചു തൂങ്ങി ഇത്രയും വർഷക്കാലം താമസിച്ചിരുന്നത് എന്ന് തന്നെയാണ് പ്രധാനമായും ഇതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. കൃഷ്ണരാജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ, ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ചെറിയ ചെറിയ കെട്ടിടങ്ങളൊക്കെ തന്നെയും ബിനാമി ഇടപാടുകളിലൂടെ കൈക്കലാക്കുകയും ചെറിയൊരു തുക മാത്രം കോർപ്പറേഷന് നൽകിക്കൊണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, കൗൺസിലറിന് നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ മുറി ഇപ്പോൾ തനിക്ക് അനുവദിച്ചിരിക്കുന്ന മുറിയിൽ അത്ര സൗകര്യമില്ല, ആ മുറി കൂടി നൽകണമെന്ന് ആർ ശ്രീലേഖ പ്രശാന്തിനോട് പറയുന്നത്. പക്ഷേ അത് വലിയ രീതിയിൽ വാർത്തയാക്കാനുള്ളൊരു ശ്രമമായിരുന്നു പ്രശാന്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കോർപ്പറേഷൻ കെട്ടിടമാണ്, താൻ ആ നികുതി തുക അടയ്ക്കുന്നുണ്ട് തുടങ്ങിയ വാദങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുമ്പോഴും ഒരു MLA ഹോസ്റ്റൽ ഉണ്ടായിട്ട് പോലും എന്തിനാണ് ഇത്തരത്തിൽ കോർപ്പറേഷൻ കെട്ടിടത്തിൽ കടിച്ചു തൂങ്ങി കഴിയുന്നത് എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഇതിന് പിന്തുണയായാണ് ഇപ്പോൾ ശബരിനാഥൻ രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് MLA ഹോസ്റ്റലിൽ എത്രത്തോളം സൗകര്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ കോർപ്പറേഷന്റെ കെട്ടിടത്തിൽ ചെറിയ രീതിയിലുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സൗകര്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ നിലനിൽക്കുന്നത്. ചെറിയൊരു തുക മാത്രം അടച്ചാൽ മതി. അതൊക്കെ തന്നെയും ജനങ്ങൾ
നൽകുന്ന ആ ഒരു പ്രിവിലേജിനെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് കൃഷ്ണരാജ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും UDF-ഉം ആർ ശ്രീലേഖയ്ക്ക് പിന്തുണ നൽകിയതോടുകൂടി വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുന്ന തരത്തിലേക്ക് മാറുന്നു എന്ന് തന്നെയാണ്. എന്തായാലും പ്രശാന്ത് ഇനി കെട്ടിടം ഒഴിയുമോ എന്ന് തന്നെയാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ വിമർശനം ആർ ശ്രീലേഖയ്ക്ക് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അധികാരത്തിലെത്തിയ ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുന്നു. പക്ഷേ ആർ ശ്രീലേഖ ഉയർത്തിയത് പ്രധാനമായും സമൂഹത്തിൽ, അതായത് പ്രത്യേകിച്ച് ആദ്യം ഇത് കേൾക്കുമ്പോൾ ട്രോളാനുള്ള ഒരു വാർത്തയായി മാത്രം ചിലർ കണ്ടു. പിന്നീട് ഇത് വളരെ പ്രസക്തമായൊരു ചൂണ്ടിക്കാട്ടലായിരുന്നു എന്ന് തെളിഞ്ഞു. അതിനിപ്പോൾ പ്രസക്തി കൂടുകയാണ്. കാരണം ഈ ഇടതു നഗരസഭാ ഭരണം ഉപയോഗിച്ചുള്ള ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകളെ തുറന്നുകാട്ടുന്നതിൻ്റെ തുടക്കമായി അത് മാറുകയാണ്. തീർച്ചയായും കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രധാനമായും ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരൊക്കെ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു എന്ന് തന്നെയാണ്. അധികാരത്തിലെത്തിയ ആദ്യ ദിവസം തന്നെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ആർ ശ്രീലേഖ കടക്കുന്നു എന്ന് തന്നെയാണ്. വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ട്രോളുകളൊക്കെ തന്നെയും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്ര നാൾ ഭരിച്ചിരുന്നതിൽ അല്ലെങ്കിൽ ഭരണത്തിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ഇവർ നേടിയെടുത്തത് എന്നതിനൊരു തുറന്നു കാട്ടുന്ന ഒരു മുഖത്തിലേക്ക് പ്രശ്നങ്ങൾ മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ്. പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് തുച്ഛമായ ഒരു പണം കൊണ്ട് മാത്രമാണ് ഇത്രനാൾ ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ പ്രിവിലേജുകളും MLA-ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും MLA ഹോസ്റ്റലിൽ ഉണ്ടായിട്ടും അതുപോലും ഉപയോഗിക്കാതെയാണ് ഇത്തരത്തിൽ കോർപ്പറേഷന്റെ ഒരു കെട്ടിടത്തിൽ താമസിച്ചിരുന്നത് എന്ന് തന്നെയാണ്. ഇത്തരത്തിൽ ഭരണത്തിലിരിക്കുന്ന അധികാരത്തിലിരിക്കുന്ന ആളുകൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സംവിധാനങ്ങൾ ഏതുവഴിയൊക്കെ നേടിയെടുക്കുന്നു എന്നതിലേക്ക് തന്നെയാണ് ആർ ശ്രീലേഖ പ്രധാനമായും വിരൽ ചൂണ്ടിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. കൃഷ്ണ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആർ ശ്രീലേഖയ്ക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നു എന്ന് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം അല്ലെങ്കിൽ സമൂഹം അതിൽ നമുക്കറിയാം ഇത്തരത്തിലൊരു വിഷയം വരുമ്പോൾ സൈബർ ഇടങ്ങളിൽ സഖാക്കൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗ്രൂപ്പുകളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ട്രോളുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ആർ ശ്രീലേഖയ്ക്കെതിരെയും അത്തരത്തിലുള്ള ഒരു ട്രോളുകളൊക്കെ വന്നിരുന്നു. പക്ഷേ പിന്നീട് ഈ വിഷയം